Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ആകെ അലമ്പായി. ആ നീലും പിള്ളേരും വരികയും ചെയ്ത് എന്ത് ചെയ്യാ. അല്ല പലൂണോ അണ്ണനും കൂടെ കയറി വന്നപ്പോ അളിയൻ എന്താ പറഞ്ഞു? അവന്റെ കാര്യമൊന്നും പറയണ്ട. അവൻ പറയണത് അടിക്കാനാണ് പോണേന്ന്. ആ ഞാൻ പറഞ്ഞു പോടാ അവിടെ, അങ്ങനത്തെ പരിപാടി ഇവിടെ അല്ലേ, ഇവിടെ ആ മദ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. മദ്യമൊക്കെ ഉണ്ട്. താനുണ്ടെന്ന് ഉണ്ടാ? ആ അണ്ണനും കൂടെ കയറി വന്നപ്പോ എന്റെ കയ്യിൽ ഒരു സഞ്ചി കണ്ട ടച്ചിങ്സ് ആയിരുന്നില്ലേ. ഞാൻ പിന്നെ ഫാമിലി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പറയാഞ്ഞല്ലേ. സാധനാകെ കുളമായി നിൽക്കുന്ന സമയത്ത് രണ്ടെണ്ണം അടിക്കാതിന് നിവൃത്തിയില്ല. ഇതിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ പിള്ളേരെ കൊണ്ട് വന്നില്ലേ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇപ്പൊ അടിക്കണ്ട. നീ അടിക്കണ്ട. ഞാൻ അടിക്കും. അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരി. ഇത്ര നാളായിട്ട് ഒരുമിച്ച് കണ്ടിട്ട് പിന്നെ അടിക്കാതെ പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? അല്ല അപ്പൊ അണ്ണ അടിച്ച ആരാ വണ്ടി ഓടിക്കുന്നത്? അത് ഞാൻ അളിയനെ കൊണ്ട് ഓടിപ്പിച്ചതാ. ഓടി അപ്പൊ നീല് കല്ലിപ്പിക്കും. കടിഞ്ഞാണ് എന്റെ കയ്യിലല്ലേ. എന്നാ കുഴപ്പമില്ല. ജീവിക്കണമെങ്കിൽ അണ്ണനെ പോലെ ജീവിക്കണം. പിന്നെ അല്ല നമ്മൾ പറഞ്ഞ അടിക്കണമെങ്കിൽ എന്ത് പാടുപെടും. അപ്പൊ സാധനം എടുക്കട്ടെ. അലിയ അടിക്കോ? അലിയ അടിക്കോ? അവൻ എൻ്റെ മുമ്പിലൊന്നും അടിക്കൂല, വിറയ്ക്കോ അവൻ. അളിയ അടിക്കും. നീ ഇപ്പം പഴയ ഇരിച്ചുണ്ടാ? ഇല്ലണ്ണ, അവള് സമ്മതിക്കില്ല. ഇറേ അല്ല മാട്ടോ സാധനം തന്നെ. നല്ല സ്വയംഭം സാധനം. ആരാ നോക്കട്ടെ. അതെ ഇപ്പൊ തുറക്കാം. കണ്ടില്ല, കുറെ നേരമായിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് മേളിലേക്ക് കയറി കണ്ടായിരുന്നു എല്ലായിടം. പറഞ്ഞ കാര്യം മുഴുപ്പിച്ചില്ലല്ലോ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കല്ലേ. എന്താണ് ഇത്? ഒരു റൂം അല്ലേ? ഇത് റൂം. താഴെ രണ്ട് റൂം. താഴെ രണ്ട് റൂമുണ്ട്. ഇന്ന് അവിടെ പോണോ? പോണോ? ഇത് ഒരു ബാത്റൂം. അങ്ങോട്ട് പോണേ. ഇതും ക്ലാസ് തന്നെയല്ല, ഫുള്ള് ക്ലാസ്. ഫുള്ള് ക്ലാസ്സാ? ഫുള്ള് ക്ലാസ് എന്നാ? എന്ത് എന്താണ് ഒരു വല്ലാത്ത സ്മെല്ല്? അത് ഇപ്പൊ അവൻ ഇവിടെ വാർണിഷ് വാർണിഷ് അടിച്ചിരിക്കുന്നു. അല്ല അളിയന്റെ വൈഫ് വന്നില്ലേ? ഇല്ല, അവള് ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും രണ്ടു വഴിക്കായില്ലേ? എല്ലാം പറഞ്ഞ എല്ലാം പറഞ്ഞ. അല്ല നമ്മള് കൂട്ടുകാരാകുമ്പോഴേ ബാലുവണ്ണ നമ്മളുടെ എല്ലാം പറയും. സാരല്ല, നമുക്ക് ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഓ ശരിയാക്കി തന്നാ. എന്ത് കാലില്? ഒന്നുമില്ല. ഞങ്ങളിപ്പോ വരാം കേട്ടോ. ആ എടാ അവൻ എന്തോ രഹസ്യം അറിയാൻ വേണ്ടി വന്നതാണ്. അവൻ എന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒന്ന് പേടിച്ചു ചേച്ചി എങ്ങാനും അറിഞ്ഞാണ്ട്. നീലു ഇപ്പൊ ആകെ കളിക്കുവോ? കുഴപ്പമില്ല, കിഴങ്ങനാ. വാർണിഷ് വിചാരിച്ചോളൂ. തീട് അടിക്ക്. ചേടാ ഇതെന്ത് കഷ്ടാണ്. വലിച്ചത് പൊട്ടിക്കല്ലേ അത്? എന്തോന്നാണ് അതാണോ ചോദിക്കണത്? കണ്ടവരെ വീടാണ്, ചുമ്മാ അത് ഇതൊക്കെ പിടിച്ചത്. ഇത് കണ്ടിട്ടില്ലേ? ഒന്നും ചെയ്യാനില്ലല്ലോ ഇവിടെ, അതുകൊണ്ട്. അവരാരും കാണില്ലല്ലോ. അമ്മേച്ച അവിടെ അടിക്കാണ്, കഴിക്കാണ്. കഴിക്കാൻ അവര് അകത്ത് കഴിക്കാണ്. ആണ് പരിപാടിയാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. അതാണ് തോന്നുന്നു. ചുമ്മാ എല്ലാരും കൂടെ ഭയങ്കര സംസാരം. പക്ഷെ ബോസ് കഴിക്കില്ലടാ, നല്ല ആളാ. ആര് നന്നായിട്ട് എന്ത്? അളിയല്ലേ കൂടെ ഉള്ളത്. ഒരെണ്ണം പോരല്ലേ കൂട്ടം. ഞാൻ താഴെ നിന്നിട്ട് അന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് എല്ലാവരും കണ്ട്, റൂമൊക്കെ കണ്ട്, വെറുതെ ഇവരകത്തേക്കാണ് ശബ്ദം കേട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കും. പിന്നെ വരാൻ ആര് പറയേ? അളി എന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ കളിയാ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണേ? എന്റെ കാര്യങ്ങളൊക്കെ എന്തിനു ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണേന്ന്? നമ്മളെ ജങ്ക് ഫ്രണ്ട്സിലേ. പിന്നെ എന്നാ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണ ഇതല്ലേ? അച്ഛാ എന്റെ കാര്യമൊന്നും പറയരുത് കേട്ടോ, എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ. ഞാൻ ആരെ കാര്യം പറയാനൊന്നും പോയില്ല. അല്ല ഇവിടെ നിങ്ങളെ ഭാര്യമാരെയും കുട്ടികളെയൊന്നും കണ്ടില്ല ഇതുവരെ. വരും 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 വരും.
മോള് കുഴപ്പമുള്ളത്തെ പ്രശ്നമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കാണല്ലേ? അത് അങ്ങളെ കുഴിപ്പള്ളത്തന്നെ പ്രശ്നമൊന്നുമില്ല, സിദ്ധു ഇല്ലാത്തോണ്ടേ അച്ഛെല്ലാം പറഞ്ഞ് കൊടുത്തെന്ന് തോന്നണ്. ഇല്ല മക്കളെ, നമ്മള് അറിയാതെ വരുമ്പോ അറിയാൻ്റെ ഭാര്യയല്ലേ കഴിഞ്ഞ ദിവസം ലച്ചുനെ തേങ്ങാപ്പറലിട്ട് പൂട്ടിയത്. ഓഹോ, അപ്പൊ ഇന്നലെ നടന്ന കാര്യം വരെ പറഞ്ഞു കൊടുത്തല്ലേ? മക്കളെ ലച്ചു, ഓ ഈ ഇടയ്ക്ക് ശരീരമൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് അനങ്ങാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ആ അടുക്കള കയറി അമ്മയൊന്ന് സഹായിച്ചൂടെ? സഹായിക്കാം. ശരി, കുഴപ്പമില്ല. ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയാം. അത് നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിന്റെ സ്വസ്ഥത കിട്ടുള്ളൂ. അതാണ്. മക്കളെ കേശു, നമ്മുടെ മെറിലിനെ എന്ത് പറയണ്? ഏത് മെർലിൻ? ആ മെറിലിനെ അറിഞ്ഞൂടെ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ കുടിച്ചിട്ട് പോണേ. ഓ, ആ മെർലിൻ. ആ പടമൊക്കെ വരച്ചെടുത്തേ. അതെ, അന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഓടിയില്ലേ? പിന്നെന്തായത്? എന്തായത്? പൊന്നച്ച, ഫ്രണ്ട്സിനോടാണെ പോലും ഇത്ര ഓപ്പൺ ആവരുത്. ചങ്ക് ചങ്ക്. ഹലോ. ആ മോളെ എത്തിയാ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരിയുടെ ആ ആ ആ ശരി. ഓക്കെ ഓക്കെ, വിളിക്കാം. മറിച്ചാ ഞാൻ അളിയൻ്റെ ഫ്രണ്ട്സ് എവിടെ വന്നു? വീട്ടിലല്ല, അവരുടെ വീട്ടില്, ഫ്രണ്ടിന്റെ വീട്ടിൽ. വിളിക്കാം. ഗൗരിയല്ലേ? ഉമ്മ കൊടുത്തു. അളിയാ, അളിയ എന്തളിയാ എപ്പോഴും ഗൗരിവ ഗൗരിവ എന്ന് പറഞ്ഞ് പറക്കാൻ നടക്കണ? ചെറുപ്പക്കാരല്ലേ, കല്യാണം കഴിച്ചു പോയി. ഒരു വാന്ന് വിളിക്കാൻ പോന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും കൊള്ളാം. ഓക്കെ, അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇവനെ ഒരിക്കേ അങ്ങോട്ടോ മനുഷ്യരെ നാറ്റിക്കാനായിട്ട് ഇതിനിപ്പോ ഇങ്ങോട്ട് വന്നത്? ഇതിലളിയാ പഴയ എന്താണ്? അല്ല പണ്ടൊക്കെ അല്ല അളിയാ, എന്തായാലും വലിയ സംഭവം. കേശുവേ, കൂട്ടുകാരാകുമ്പോ എല്ലാം പറയുന്നോണ്ട് കുഴപ്പമില്ല അല്ല കേശുവേ? ഓപ്പൺ ആയിട്ട് പറയാം. കൊച്ചിറങ്ങല്ലേ കൊച്ചിറങ്ങടാ, പോടാ. കണ്ട, ഞാനിപ്പോഴും വീണ്ടും ചിരിച്ചോണ്ട് അവരുടെ അടുത്തോട്ട് പോയി. കൂടെ ഇരിക്കാല്ലോ, സന്ധ്യ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ? ആ, നിന്നെയും കൂട്ടാലോ അവരുടെ കൂടെ അല്ലേ? അപ്പം പിന്നെ ഓടിച്ചു വിട്ടേക്കണം. അല്ല, ഓടിച്ചു വിടണ പോലെ എന്നെ ഓടിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് 1000 ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഫോണിൽ. പിന്നെ ഇവിടെ ഞാൻ അടുത്തും പോകാതെ ഇങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. ആ പോട്ടെ. വിഷമിക്കണ്ടടാ. ഓ, ഒരു വിഷമം. ആ ഡേ, ആ നീ ഒരു കാര്യം ചെയ്യടാ, നാളെ ഇങ്ങോട്ട് വാ. പണിയാണ് കാണിക്കണത്. അത് അച്ഛനോട് ചോദിക്കണം. അവനെ കൊണ്ട് കൂടെ കൂട്ടിക്കൂടെ? ഓ, നമുക്കേ നമ്മളെ അവോയ്ഡ് ചെയ്യണ്. അത് ചെയ്യാം. അവനെ വിളിച്ചിട്ട് നിങ്ങൾ അച്ഛൻ തന്നെയല്ലേ? ആ ശരി, ഓക്കെ. വിട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ. ആ മഞ്ജു, ഇവിടെ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ഇവിടെ കാണില്ലല്ലോ. ആണോ? എന്നിട്ട് പറഞ്ഞില്ല. എപ്പോ? അയ്യോ, ആ ഇല്ല, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു എല്ലാരും. ആ കുഴപ്പമില്ല. ഇവിടെ ഫാമിലി ഗെറ്റ് ടുഗദർ ഒന്നും ഇല്ല. പിന്നെ അവര് പ്ലാൻ ചെയ്തിരുന്നത് ശരി തന്നെ, ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിട്ട്, ബോസും ഭാര്യയും കൂടെ വഴക്കിട്ടിട്ട് അവരവരുടെ മക്കളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയെന്ന് അവരുടെ വീട്ടിലേക്ക്. അപ്പൊ ഫാമിലി ഗെറ്റ് ടുഗദർ ഇല്ല? ഇല്ല. പിന്നെ നിന്നെ ഇരിക്കണ പോവാ? അവിടെ നിക്കടാ. കഷ്ടം. നിങ്ങൾ അച്ഛനെ വിളിച്ചിട്ട് വല്ല പോകാൻ പറ്റുള്ളൂ? ഒറ്റക്ക് പോകാൻ പറ്റുമോ? അച്ഛൻ വന്നോളും വീട്ടിലോട്ട്. ഇത് കഷ്ടമാണെന്ന് നോക്കണേ. കള്ളം പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ലാണെങ്കിലേ, ആ എൻ്റെ കൂട്ടുകാരല്ലേ, നമ്മളെ നാട്ടുകാരല്ലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ വേണ്ട കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങും. പോവാന്ന് വെച്ചാൽ പുറം കൂടെ കിടക്കല്ലേ പുറകെ. ഒരു കുന്ന് തുണിയാ കഴുകാൻ കിടക്കണത്. ഒരു ഞായറാഴ്ച ഇട്ടതാ, അത് മൊത്തം വല്ലവൻ്റെ വീട്ടിൽ വന്ന് കുത്തിയിരുന്ന് പോയി. മാമൻ അറിഞ്ഞാ? ഇവന്ത് തുള്ളി കളിക്കണം. എല്ലാം സ്ലൈഡിങ് ഡോർ. നിന്നോട് പറഞ്ഞ കേട്ടായിരുന്നാ? എന്താ മക്കളെ, മാമൻ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടാ? ഗെറ്റ് ടുഗദറിന്റെ കാര്യമല്ലേ? അത് ഇല്ലാന്ന്. ആണോ? ആ, കണ്ടുപിടിക്കാൻ നമുക്ക്. ഇവന്റെ കിളി പോയാ? ഇത് വേറെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. തലേന്ന് വല്ലെടുത്ത് ഇടിച്ചിട്ടുണ്ടാവുമെന്നാ.
ചൂടെടുത്തിട്ട് മനുഷ്യൻ ദേഷ്യം വന്നു പോവാം. ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. ആണുങ്ങൾ വന്ന ആണുങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. എന്നാൽ പെണ്ണുങ്ങളും കുട്ടികളും ഇവിടെ ഉണ്ട്. അവർക്ക് ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും വേണോ ആ മര്യാദ പോലും കാണിച്ചില്ല. അതാ കൂടെ വന്ന ഞാൻ വല്ല പറഞ്ഞോട്ടാ നിന്റെ അച്ഛനാ പോവാ. വരണ്ടേ ഇങ്ങോട്ട് പോവാനായിട്ട്? എന്തിനാ പോവാ? വരും. എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറയാൻ കേട്ടാ. കീട്ട് ഞാൻ ഇപ്പൊ നിങ്ങളെ കൊണ്ട് അങ്ങ് വീട്ടിലോട്ട് പോകും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മാമല്ലേ ഓടിച്ചോണ്ട് വന്നത്. അവനെവിടെ? ആ ഓ ആ എവിടെയെങ്കിലും കുത്തിയിരുന്നാലല്ലേ അവനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഡാ നമുക്ക് വീട്ടിൽ പോവാം. ശരിയല്ല, എന്ത് ഇവിടെ നടക്കുന്ന ഒന്നും ശരിയല്ല. ആ അതാണ് ഇവിടെ നടക്കണം. ഒന്നും ശരിയല്ല. അതന്നെ എനിക്കും പറയാനുള്ളൂ. ഒന്നും ശരിയല്ല. പോവാം. ആ കൊച്ചിന് വിശക്കുണ്ടാവുന്നേ. അവർ വിശക്കണ്ടാ? വിശക്കണ്ടാന്ന്. പക്ഷെ വിശക്കുന്നില്ലേ? പിന്നെ നിന്നോടല്ലേ ഞാൻ ചോദിച്ചത് വിശക്കണ്ടാന്ന്? ആ വിശക്കുന്നുണ്ട് ചേച്ചി, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടുന്ന് ഈ കഥ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ എല്ലാ സ്ഥലങ്ങളും പരിധി നോക്കി. പക്ഷെ കഥകിന്റെ സൈഡില് 4 അണ്ടിപ്പരിപ്പ് ഒരു കിണ്ണത്തില് എടുത്ത് വെച്ചേക്കുന്നു സൈഡില്. അത് കഴിച്ച് സന്തോഷമായല്ലേ? സന്തോഷം. ഇവരെ കാണാനില്ല. മൊത്തം മാമൻ കഴിച്ച ആകെ 4 അണ്ടിപ്പരിപ്പ് ഇടുന്നു. നിനക്കിനി ഓ മക്കൾ എന്ത് മിണ്ടാതിരിക്കണത്? എന്തോന്നും മിണ്ടാതിരിക്കണേന്ന്? ഞാൻ വല്ലതും പറഞ്ഞാ കൂടി പോവും. ശരി മാറിക്ക. അതിന് വിശന്നിട്ട് പ്രളപ്പെടുത്തിക്കുക. എടാ വല്ലതും കിട്ടാണെ കൊണ്ടുവരണേ ശ്രീകുട്ടാ. ആ അടുത്ത വല്ല കടയുണ്ടാ? എന്തെങ്കിലും മേടിച്ചെങ്കിലും കഴിക്കായിരുന്നു. കേശുവേ നീ പോയി അച്ഛനെ നോക്കിയടാ. എവിടെ നിന്നും പറഞ്ഞോട്ട് പോയി നോക്കാൻ? എവിടെയാണെങ്കിലും ഉണ്ടാവും. പോയി നോക്ക്. വീടിനകത്ത് ഇല്ലെങ്കിൽ പുറത്തുണ്ടാവും. പുറത്തോട്ടാണല്ലോ നേരത്തെ പോയത്. പുറത്തോട്ടേക്ക് കേശു കട വല്ലതും കാണുകയാണെങ്കിൽ വല്ലതും മേടിച്ചോണ്ട് വരും. ഞാൻ ഫസ്റ്റ് വല്ലതും മേടിച്ച് കഴിക്കും, എന്നിട്ട് വരും. എടാ 2 കുപ്പി വെള്ളം മേടിച്ചേക്കണേ. വിശക്കണമ്മ, ഞാൻ എല്ലാം മേടിച്ചോണ്ട് വരാം. ഈ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താ. കഴിക്കാൻ വല്ല ഓർഡർ ചെയ്ത് കൊടുക്കാൻ അതിന്. ഫോൺ അവിടെ ഇരിക്കാൻ എടുത്തിട്ട് വരാം. എന്നാ എന്റെ ഫോണിൽ ഓർഡർ ചെയ്യും. അവിടെ നിന്നേ. ഇവിടെ ഗെറ്റ് ടുഗദർ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം കേട്ടാ. ഗെറ്റ് ടുഗദറൊന്നും ഇല്ല. ദാ ഇവൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കയറി നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. സന്തോഷേ, നിന്റെ സന്തോഷക്കേടിന്റെ പ്രശ്നം എന്താണ്? പറ, കേട്ടെ. എന്റെ ബാലുവണ്ണ, വീട്ടിലൊരു ദിവസം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അന്ന് ഞാൻ അവളെ കയറി എടി ശിവാനന്ദന്റെ മോളെ എന്നൊന്ന് ഞാൻ വിളിച്ചു പോയി. ശിവാനന്ദ ആരാണ്? അവളുടെ അച്ഛൻ. കൂടെ എന്റെ അളിയനും ഉണ്ടായിരുന്നു, ഉണ്ണിലാലും ഉണ്ടായിരുന്നു. അവനും ഉണ്ടായിരുന്ന ഉണ്ണിലാലി? ആ, അന്നത്തെ പ്രശ്നമാണ്. ഇടാ ഭാര്യയുടെ അച്ഛനെ കയറി പേര് പറഞ്ഞ് വിളിക്കാമോ? പേരല്ലാണ് വിളിച്ചത്. അല്ല, ഭാര്യയുടെ അച്ഛൻ ആരാണ്? നമ്മുടെ സ്വന്തം അച്ഛനല്ലേ? അച്ഛ അത് ദേഷ്യത്തിൽ വിളിച്ചു. ദേഷ്യത്തിൽ വിളിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദേഷ്യത്തിൽ വിളിക്കരുത്. അച്ഛനാണത്. അമ്മായി അമ്മ അമ്മയും. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അതിൻ്റെ വില എന്തിനാ നമ്മൾ നോക്കണ്ടേ? ഇനി ഭാര്യയുടെ അച്ഛനെ പേര് പറഞ്ഞ് വിളിക്കരുത് കേട്ടാ. അമ്മാവൻ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ വിളിക്കാവൂ. ഏത് ഭാര്യയ്ക്കും പ്രശ്നം വരും. കാരണം സ്വന്തം അച്ഛനെ ഭർത്താവ് പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ഏത് ഭാര്യയ്ക്കും വിഷമം ഉണ്ടാവും. അതിനുശേഷം ഇതുവരെ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ട്. നിന്റെ ഈ സ്വഭാവമല്ലേ? ഇതോട്ട് അമ്മാവാന്നേ വിളിക്കാവൂ കേട്ടാ. പേര് പറഞ്ഞ് വിളിക്കരുത്. അല്ലെങ്കിൽ അച്ഛന്ന് വിളിച്ചോ, പ്രശ്നമില്ലല്ലോ. മിണ്ടരുത്. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ? കാരി പറ, എന്താണ് എന്റെ പ്രശ്നം? സ്വത്താണെന്ന് എന്റെ പ്രശ്നം. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവളെ അച്ഛനും അമ്മ എനിക്ക് 5 സെന്റ് പോലും തന്നിട്ടില്ല. ഇനി എന്ന് ഞാൻ ചത്തതിന് ശേഷം എപ്പോൾ ചോദിച്ചാലും നാളെ തരാം, മറ്റന്നാ തരാം. ജീവിച്ചിരിക്കുമ്പോൾ അല്ലാണ്ട് ഇതൊക്കെ തരേണ്ടത്. നാണം കെട്ട, നിനക്ക് നാണം ഉണ്ടേടാ? എനിക്കും ആഗ്രഹം ഉണ്ടെന്നാ ഭാര്യയുടെ സ്വത്ത് വിറ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോലിക്ക് പോടാ. ഭാര്യയുടെ സ്വത്തിന് വേണ്ടി ശ്രീധരൻ ചോദിക്കൂടാ. എന്താണ് അണ്ണ ഇങ്ങനെ പറയണ? എല്ലാം അറിയാം അണ്ണ. പിന്നെ അണ്ണ എങ്ങനെ പറയണം? ചോദിച്ചോക്ക്. കല്യാണം കഴിച്ച് ചോദിച്ചിട്ട് എനിക്ക് വേണ്ട. എടാ എന്റെ സ്വത്താരെന്നറിയാം. സാധിക്കണം പിള്ളേരിക്കണം. എന്റെ കുടുംബമാണ് സ്വത്ത്. ഓ, ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. അല്ല ഇങ്ങനെയൊന്നുമല്ലല്ലോ. നിന്റെ ഭാഗം ക്ലിയർ ചെയ്ത് ഞാൻ. നീ മിണ്ടാതിരി. അച്ചു നീ മിണ്ടാതിരിക്കും. എടാ ശ്രീധരൻ ചോദിക്കരുത്, പറയരുത്, വേണ്ട. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക. നമുക്ക് ആരെ ഒരു തുണ്ട് മണ്ണോലും വേണ്ട. നിനക്ക് ഒരുപാട് കാലം കഴിഞ്ഞ് നിനക്ക് എഴുതി തരുമല്ലോ. പിന്നെന്താ? അല്ലേ, ഇനി നീ സ്വത്തിൻ്റെ പറയുന്ന പോരെ, നാണക്കേടാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഓ ശരിയാണ്. എടാ നിന്റെ പ്രശ്നം എന്താടാ? നിനക്ക് കോടി കണക്കിന് സ്വത്തുണ്ട്, വലിയ ബംഗ്ലാവുള്ള വീടും ഉണ്ട്. നീ എന്തിനാടാ ഈ വണങ്ങിയത് ഭാര്യയായിട്ട്? നിനക്കറിയാമല്ലോ. ആ
ഈ കാണുന്നത് എത്ര ഉണ്ടാക്കി 10-20 കൊല്ലം ഗൾഫിൽ കിടന്ന് പണിയെടുത്ത് ഇത്ര ഉണ്ടാക്കി. ആ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മൾ വന്നത്. ആ അപ്പോഴത്തെ ദിവസം എന്തെങ്കിലും ചായ കാപ്പി എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഹേയ് പണിക്ക് പോകുമെന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞ് നമുക്ക് എങ്ങനെടേ. നീ എന്തിനാണ് ഈ ചായക്കും കാപ്പിക്കും വേണ്ടി അവളെ പറയുകയാണോ നീലുവേ മഞ്ജുവേ എന്ന് വിളിച്ചോണ്ട് നടക്കണത്? എന്തിനു നീ വിളിച്ചോണ്ട് നടക്കണത്? പെണ്ണുമ്പളെ പറയാം വിളിച്ച് അടക്കള വരെ നീ പോകുമോ? നീ മേലെ നീ അടക്കള കയറി പോരുത്. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചായ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവൾ ചായ കൊണ്ടുവരും. വെറുതെ കിടന്ന് വിലയില്ലടാ, ആർക്കും വിലയില്ല. പിന്നെ അതൊരു ഭാര്യ ആരാണ്? നിന്റെ ഭാവമാണ്. അപ്പം നമ്മളത് ഭാര്യ രണ്ടും ഒന്നല്ലേ? എല്ലാ കാര്യങ്ങളും ഭാര്യ എടുത്ത് പറയണം കേട്ടാ. ഭാര്യ എടുത്ത് ഒന്നും മറച്ച് വയ്ക്കരുത്. നമ്മളിവിടെ ജീവിക്കണല്ലേ, വിഷമിപ്പിക്കരുത്. പിന്നെ അവരുടെ ജോലിക്ക് വേടാ, ജോലിക്ക് പോയാലും നീ എൻ്റെ ഇവിടെ സൈറ്റ് പോയാലും ഞാൻ അവിടെ വെറുതെ ഇരിക്കാം. ഇഷ്ടംപോലെ പണിയുണ്ടെനിക്ക്. അപ്പം ഞാൻ വരാം. നീ വാ, നമുക്കവിടെ ഇരിക്കാം. അണ്ണൻ പറയുന്നതിന് കാര്യമൊക്കെ ഉണ്ട്, നമ്മളും കുറച്ച് മാറണം. മാറിയേ പറ്റൂ. പിന്നൊരു കാര്യം, ഭാര്യ മക്കളെ കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോയി നല്ല ഫുഡെല്ലാം കഴിച്ച് അവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്മോളല്ല മോളിൽ പോയി സിനിമകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് വരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പറ അളിയനെ അളി എന്തോ പറഞ്ഞോണ്ടിരുന്നല്ലേ, പറ ഉറക്കറ കേൾക്കാൻ നല്ല രസമുണ്ട്. ശ്രീകുട്ട എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ല ചേച്ചി, ഇത് വല്ലാത്ത പോലെ. ഇല്ല, എന്റെ അളിയനെ ഇതുവരെയായിട്ടും എന്റെ ചേച്ചിയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് മാത്രമല്ല നമ്മുടെ അടുത്ത് ആടുത്തും കള്ളമേ അളിയെ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ കയ്യിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. എന്താ ഈ അളിയെ 5 പൈസ എടുത്തിട്ടില്ല. പൈസ ഇത് ചേച്ചിയുടെ, എന്റെ ചേച്ചിയുടെ ചെലവിലല്ല. പിന്നെ മാമേ അളി എന്റെ അമ്മ ചേച്ചിയുണ്ട്, അതായത് എന്റെ അച്ഛൻ എന്റെ അച്ഛനെ ഉണ്ടല്ല അബ്ബായി അച്ഛാന്ന് വിളിക്കൂല. ചേച്ചിയുടെ കയ്യിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. എന്താ ഈ അളിയെ 5 പൈസ എടുത്തിട്ടില്ല. പൈസ ഇത് ചേച്ചിയുടെ, എന്റെ ചേച്ചിയുടെ ചെലവിലല്ല. പിന്നെ മാമേ അളി എന്റെ അമ്മ ചേച്ചിയുണ്ട്, അതായത് എന്റെ അച്ഛനെ ഉണ്ടല്ല അബ്ബായി അച്ഛാന്ന് വിളിക്കൂല. വിളിച്ചായി ഇതുപോലെ ഒരു അളിയെ എനിക്ക് കിട്ടിയത്, ഇതുപോലെ ഒരു അളിയെ എനിക്ക് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലേ മക്കളെ? അല്ലേ? ഇനിയുണ്ട് പറയാൻ വേണ്ടിട്ട്. എന്റെ ചേച്ചിയുടെ ഒന്ന് ATM കാർഡ് അടിച്ചു മാറ്റിയിട്ടില്ല. അല്ലേ അളിയ? എവിടെ അടിച്ചു മാറ്റാൻ ശ്രീധരൻ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ തറവാട് വീടിന്റെ ഷെയർ അതൊന്നും അളിയനൊന്നും വേണ്ട. അളിയൻ എന്തിനാണ് ഇതൊക്കെ? അല്ലേ അളിയ? പിന്നെ ഇതൊന്നും അല്ല ബോസണ്ണ, ഞാൻ പ്രായപൂർത്തിയായ ആണല്ലേ. ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയി അവിടെ നിന്ന് ഒരു പെണ്ണൊക്കെ കെട്ടി ഇവിടെ വന്ന് എൻ്റെ അളിയൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ റൂമിലോട്ട് ഞാൻ കയറി വന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കുറച്ച് മാറിയിരിക്കുക എൻ്റെ അടുത്ത്. ഞാൻ അവിടെ ഇരുന്ന് എന്ത് കുഴപ്പം? അല്ല, ഞാൻ അവിടെ ഇരുന്ന എന്താണ് കുഴപ്പം? എന്താണ്? ഒരു കുഴപ്പമില്ല. എൻ്റെ ചേച്ചിയുടെ മാല, എൻ്റെ പൊന്നുമക്കളെ ഇതിൻ്റെ ഇവളെ മാല പണയം വെച്ചു. ഞാനാണ് എടുത്തു കൊടുത്തത്. എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് ചേച്ചിയുടെ കയ്യിൽ എടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. നിങ്ങളല്ലാതെ ഇവിടെ ആരെങ്കിലും ഇങ്ങനെ കയറ്റുമോ? ഇങ്ങനെ കയറ്റി സൽക്കരിക്കുമോ? ഇതുപോലെ ഒരു വീട് പണിഞ്ഞു വെച്ചിട്ട് കാറ്റ് നടക്കുമോ ഈ വീട്ടിൻ്റെ അകത്ത്? ഉണ്ടാ? അങ്ങനെ വിളിച്ച് സൽക്കരിക്കാൻ വേണ്ടിയിട്ടിരിക്കണം. ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തു, വീട്ടുകാരുടെ എല്ലാം പറഞ്ഞു കൊടുത്തോ? വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ അടിച്ചാ വെളിവില്ല, വെറുതെ വിളിച്ച് പറയും. അടിച്ചാ വെളിവില്ലാത്തത് നിങ്ങൾക്കാണ്. തനിക്കല്ലോ വെളിവില്ലാത്തത്. തന്നെ കൂടെ അവിടെ ഇരുന്ന് തനിക്കൊന്ന് ഉരുൾ പോകും. മാത്രം വീട്ടിൽ വന്ന് അളിയാന്ന് വിളിച്ച് എന്റെ പറയുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ട് ചുമ്മാ നമ്മള് വേറെ ആരുണ്ട്.
വലിയൊരു സൂപ്പർവൈസർ വന്നു. മണലൂറ്റിരിക്കലല്ലോ അതിന്റെ പണി. ഒരു മിക്സിങ് നന്നായി അറിയാമോ? ഒരു റേഡിയോ ഇട്ടിങ്ങനെ കുണുകുണാന്നായിക്കൊണ്ടിരിക്കും. തിരിക്കും. അപ്പൊ അപ്പുറത്ത് നിന്ന് പുക വരും. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇറങ്ങി ഓടയാണ് വീട്ടിന്റെ വെളിയിൽ. വീട്ടിലൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. അയൺ ബോക്സിങ് നന്നാക്കാൻ വേണ്ടി അറിയണം. എഴുന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ എവിടെ നിന്ന് പോവാത്ത എന്താണെന്ന് അറിയോ? എന്റെ ചേച്ചിയുടെ അടുത്ത് നിന്ന് പോവാതെ നിൽക്കണത്. എന്റെ ചേച്ചിയെ ശല്യപ്പെടുത്തി ഇയാള് ഉപദ്രവിക്കുന്ന ആളാണ്. ഞാൻ പുറകെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെന്ന് അറിയാം. എന്റെ ചേച്ചി നോക്കണം. കഴിഞ്ഞ ദിവസം കയറി മുറിക്കകത്തിട്ട് റൂം അടച്ചിട്ട് ചേച്ചിയെ കൊരവള്ളി കയറി പിടിച്ചിട്ട് പുട്ട തെറി ഓർമ്മട്ടോ എനിക്ക്. എന്നിട്ട് നല്ല ആളാവുണ്ട്. ഇനി പറയട്ടെ എനിക്ക്. ഞാൻ ഇനി പറയും ആ കാര്യം. ഞാൻ പറയട്ടാ ഞാൻ പറയട്ടാ. ഇങ്ങനെ ഉണ്ടല്ലോ, അത് മോശണ്ട. ആളി പറയാം, നിങ്ങൾ നോയിക്കോണം. ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ പറയും. മക്കളെ നിങ്ങൾ ഒന്നും വിചാരിക്കില്ല. എന്റെ മാമൻ ഇതുവരെ എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അത് നിങ്ങൾ കേട്ടോളൂ. പറയുള്ളൂ. എന്താണ് കാര്യം? പറയാന്ന് പറഞ്ഞ കാര്യം അത് പറഞ്ഞ ഞാൻ തോന്നിച്ചാണ്ട് വരും. Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.